വിശേഷമുണ്ട്. വിശേഷമല്ല, ഒരു വിഷയം. പിന്നെ പതിവ് പോലെ എൻ്റെ മോനെ മദ്രസക്കാക്കാൻ വേണ്ടി ഞാൻ വണ്ടിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുന്നെല്ലാം നമ്മളെല്ലാവരും കേട്ടതാണ് നായ്ക്കളെ ശല്യം. അപ്പോൾ ഒരു കുട്ടി, അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുട്ടിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വണ്ടി കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് പോകുമ്പോൾ 2 നായ്ക്കൾ നിന്നിട്ട് കുരക്കണം. വീടിൻ്റെ മുറ്റത്ത് തന്നെ, ഗേറ്റിൻ്റെ പുറത്ത്, റോഡിൻ്റെ ഭാഗത്ത്. അപ്പോൾ കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ കുട്ടിയെ മൂലക്ക് തന്നെ ഇരിക്കുക. കാരണം ഈ നായ്ക്കളിങ്ങനെ കടിക്കാൻ വേണ്ടിയാണ് പോകും. പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ ആട്ടുമ്പോൾ തിരിച്ചുകൊണ്ട് തന്നെ വീഴും. അപ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളിലാണ് ഈ മദ്രസ കുട്ടികൾ പഠിക്കലും പിടിക്കലൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അത്ര നമുക്ക് പറ്റില്ല. പിന്നെ പരമാവധി നമ്മൾ മറ്റുള്ള കുട്ടികളെ കൂട്ടത്തിൽ കൂടെ വിടാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നമ്മളിപ്പോൾ കുട്ടികളുടെ വീട്ടിൽ നിന്നുണ്ടായിരിക്കും, അവൻ ഡെയിലി പോകണല്ലേ, അവ ഒറ്റയ്ക്ക് പോയിട്ട് വന്നോളൂ, നമ്മൾ ഇവിടുന്ന് ഉറങ്ങും. അങ്ങനെ മിക്കവാറും ചിലർ ചെയ്യാറ്. ചിലർ സൈക്കിൾ പറഞ്ഞേക്കും, ചിലർ കൂടെ കൊണ്ടാക്കി കൊടുക്കും. ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം കൂട്ടത്തിൽ കൂടെ വിടുക. അപ്പോൾ പിന്നെ 1-2 നായ വന്നാലും പ്രശ്നമില്ല, നമുക്ക് എല്ലാവരും കൂടി എല്ലാ കുട്ടികളും കൂടി കല്ലിൽ തന്നെ നായ പോയിക്കോളും. പക്ഷെ ഒരാൾ പോകുമ്പോൾ 2 നായ്ക്കൾ 3 നായ്ക്കൾ വന്നു കഴിഞ്ഞാൽ കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, മക്കളെ കൂട്ടത്തിൽ വിടുക, മക്കളെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മക്കളെ കയ്യിൽ പോകും. കുറേ മുന്നതുപോലെ ഉണ്ടായത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അടുത്ത്. പക്ഷെ അവൻ്റെ വീട്ടിൽ ക്യാമറ വെച്ചാൽ നമ്മളെല്ലാവരും കറക്റ്റായി കണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൊണ്ടാക്കലും വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരും ചെയ്യാം മദ്രസയിൽ നിന്ന്. കാരണം പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, പറ്റാത്തവരൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ ആളുണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കൂട്ടത്തിൽ കൂടാനും പറയാം, മദ്രസയ്ക്ക് വിളിച്ചിട്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ കയ്യിൽ നിന്ന് പോകും. അത്രേ ഈ വീഡിയോയിലേക്ക് പറയണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, മക്കൾ ശ്രദ്ധിക്കുക. ഇഷ്ടംപോലെ നായ്ക്കൾക്ക് വരും. മക്കൾ ഒരിക്കലും ഒറ്റയ്ക്ക് വീട്ടിൻ്റെ മുമ്പത്താക്കിയിട്ട് പോകരുത്, മുറ്റത്താക്കിയിട്ട് പോകരുത്. പോയി പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ